ഇന്നലെയായിരുന്നു ഹൈസിൻ്റെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷന്. എല്ലാ സ്കൂളിലും ഇന്നലെ തന്നെയാണ് തോന്നുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ചെറിയ വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ മോന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും സെലിബ്രേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ. അങ്ങനത്തെ ആളിന്ന് നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. മേലെയാണ് ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത്. അതറിയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മേലയിലേക്ക് പോകുന്നുണ്ടേനു. ഞാനിപ്പോൾ ആമസോൺ നാട്ടോ ഈ ഒരു ക്രിസ്മസ് ഡ്രസ്സ് ഓർഡർ ചെയ്തത്. ഒരു 470 അങ്ങനെയായിട്ട് റേറ്റ് ആയിട്ടുള്ളത്. ഈ ഡ്രസ്സിൻ്റെ കിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കണ്ണടയാട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയായിട്ടാട്ടോ ആ പാക്കറ്റിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി ആയിട്ടുണ്ടേനു. ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഐസിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇല്ലേനു അത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റിക്കൊടുക്കുമ്പോഴൊക്കെ ആളിത് എന്തൊക്കെയോ പറയുന്നുണ്ടേനു. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ അടിയിൽ ഞാനൊരു വൈറ്റ് ടീഷർട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മേലത്തെ പോർഷൻ കുറച്ച് കാണുന്നുണ്ടേനു പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ടീഷർട്ട് തന്നെ ഇട്ട് കൊടുത്തത്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇതാരാ സ്റ്റൈലൈസിക്ക്. പിന്നെ ഈ ഒരു ബെൽറ്റ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ഇത് എന്താ പറയുക, ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഭയങ്കര ലൂസ് ചെയ്യുന്നു, ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ ചെക്ക് ചെയ്യാണ്ട് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഇട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഫോട്ടോസിനൊക്കെ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് അപ്പാടം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മോൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കളിക്കുമ്പോൾ തന്നെ ഈ ബെൽറ്റ് അഴിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ കേട്ടോ ഇട്ട് കൊടുക്കാഞ്ഞത്. സ്കൂളിൽ പോകുമ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെയോ ഇട്ടിട്ട് ആ ഡാൻസ് സ്റ്റെപ്പ് കളിക്കുമ്പോഴത്തേക്ക് തന്നെ അത് ഊരിപ്പോയിട്ടുണ്ടേനു. പിന്നെ ഈ സാൻഡിൻ്റെ ക്യാപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇത് ഇട്ട് കൊടുത്തപ്പോൾ കേട്ടോ ഓർമ്മ വന്നത് കണ്ണട വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിട്ട് തന്നെ അത് ജസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മെയിൻ സംഭവം ആട്ടെ ഇത്. സാൻഡൻ്റെ കയ്യിൽ എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ഇത് 2-3 ദിവസം മുന്നേ തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടേനു. ഇന്നലെ ആട്ടോ ബലൂണൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചത്. പിന്നെ ഐസിക്കുന്ന സ്കൂൾ ഉച്ചവരെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സ്നാക്സും വാട്ടറും മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഞാനിതൊക്കെ പാക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് ഹസ്ബൻഡ് മോനിക്ക് ഷൂസൊക്കെ ഇട്ട് കൊടുത്ത് ആളെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഷോ ഓഫ് കാണിക്കണമല്ലോ. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ ഉണ്ടേനു. പിന്നെ ഇതുപോലത്തെ കോസ്റ്റ്യൂം ഇട്ടതിന് എന്തായാലും ഫോട്ടോ എടുക്കലും മസ്റ്റാണല്ലോ. അങ്ങനെ ഇതാളെ നിർത്തിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോ വന്നിട്ടുണ്ടേനു. രാവിലെ ഓട്ടോയിലേക്ക് പോവും, പക്ഷെ തിരിച്ച് ഞങ്ങൾ പിക്ക് ചെയ്യണം, ഉച്ചവരെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓട്ടോയിലേക്ക് പോയി. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലേനു ഈ ഒരു ഡ്രസ്സ് ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെ പോയി ടാറ്റാ ബൈ ബൈ പറഞ്ഞ് സ്കൂളിലേക്ക് പോയി. പിന്നാണ് കേട്ടോ ഐസിൻ്റെ സ്കൂളിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടന്നത്, ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പോൾ അവന് കിട്ടിയത് ഈ ഒരു ഐറ്റമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റ് കത്തും കേട്ടോ, കത്തിച്ച് കാണിച്ചു തരാം. ഇന്നലെ മുതലേ ഐസിന് ഇതും എടുത്തിട്ട് തന്നെയാണ് നടക്കൽ. എന്താ വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റിന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ ടീച്ചേഴ്സിന് കുറച്ച് കാർഡ് കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ട് അവനും കൊടുത്തയച്ചത്. മിന്നാന്ന് ഒരു സാൻഡൻ്റെ വെച്ചിട്ടൊരു ചെറിയൊരു കാർഡാട്ടോ, ഒരു ക്യൂട്ടായിട്ടുള്ള കാർഡ്. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ടു എന്നാട്ടോ മോൻ പറഞ്ഞത്. ഇതാട്ടോ സംഭവം വരുന്നത്, ഒരു ക്യൂട്ട് കാർഡ്. ഹൈസിനും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടേനു. ഇതാട്ടോ മോന് കൊടുത്തത്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ കാർഡ് കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേനു. അതുകൂടി ഒന്നിച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ മോനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാട്ടോ ഞാൻ സ്കൂളിൽ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടത്. ഇത് കണ്ടപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ട്രീയും അതിൻ്റെ പുൽക്കൂടും അവിടുത്തെ ഉള്ള ഡെക്കറേഷനും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ തന്നെ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു.
ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത ഈ സംഭവമൊക്കെ നോക്കിയാട്ടെ, അടിപൊളിയായിട്ടില്ലേ? എല്ലാം നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയാട്ടെ. എല്ലാ സ്കൂളിലും ഇതുപോലെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. മോൻ്റെ സ്കൂളിൽ ഇങ്ങനെയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഐസിത വന്നിട്ടുണ്ട്. അങ്ങനെ മോനെയും കുട്ടി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.